ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 40-ാം സങ്കീർത്തനം 8 മുതലുള്ളതായ വാക്യങ്ങൾ. എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു. അധരങ്ങളെ ഞാൻ അടക്കിയിട്ടില്ല. യഹോവേ, നീ അറിയുന്നു, ഞാൻ നിൻ്റെ നീതിയെ എൻ്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചില്ല. നിൻ്റെ വിശ്വസ്തതയും രക്ഷയും ഞാൻ പ്രസ്താവിച്ചു. നിൻ്റെ ദയയും സത്യവും ഞാൻ മഹാസഭയ്ക്ക് മറച്ചതുമില്ല. ദാവീദ് ഈ പറയുന്ന വാക്കുകൾ ദാവീദിൻ്റെ ഹൃദയം സംസാരിക്കുന്ന വാക്കുകളാണ്. ദാവീദിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ മഹത്വം വർണ്ണിക്കുവാൻ, ദൈവത്തെ വാഴ്ത്തി പുകഴ്ത്തുവാൻ, മാത്രമല്ല ദൈവത്തിൻ്റെ മഹത്വകരമായ സ്നേഹത്തെ പ്രകീർത്തിക്കുവാൻ, അതും മാത്രമല്ല ജീവനുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രസിദ്ധമാക്കുവാൻ, ദൈവത്തിന് മനുഷ്യനോടുള്ള കാരുണ്യത്തെ പ്രസിദ്ധമാക്കുവാൻ ഉപയുക്തമാക്കും എന്നുള്ള തീരുമാനമാണ് നാം കാണുന്നത്. എ സ്പീക്കിംഗ് ഹാർട്ട്, ഒന്ന് എ സ്ക്രിപ്ചറൽ ഹാർട്ട്, 2 എ സ്പീക്കിംഗ് ഹാർട്ട്. നന്മ സുവിശേഷിക്കുന്നിട കാല്, നീതിയെ പ്രസിദ്ധമാക്കുന്നിട കാല്. എത്ര മനോഹരം പ്രിയപ്പെട്ടവരെ! ക്രിസ്ത്യാനി എന്നും വിശ്വാസി എന്നും ഒരു വിശുദ്ധ ദൈവവൈതൽ എക്കാലത്തും ക്രിസ്തുവിൻ്റെ സാക്ഷിയായിരിക്കും. ക്രിസ്തുവിൻ്റെ സാക്ഷി നമുക്ക് വായിക്കാം. ഈ ദാവീദ് തന്നെ പറയുന്നുണ്ട്. 66-ാമത്തെ സങ്കീർത്തനത്തിലാണ് ദാവീദ് പറയുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്. 66-ാം സങ്കീർത്തനം 16-ാം വാക്യം. സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ദൈവം എനിക്ക് ചെയ്തത് ഞാൻ വിവരിക്കാമെന്നാണ് പറയുന്നത്. സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ, അവൻ ദൈവം എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം എന്ന് ദാവീദ് പറയുകയാണ്. ജീവിത സാക്ഷ്യം ഞാൻ പറയാമെന്ന്, എൻ്റെ അനുഭവങ്ങൾ ഞാൻ പ്രകീർത്തിക്കാമെന്ന്, എൻ്റെ അനുഭവങ്ങൾ ഞാൻ പ്രഖ്യാപിക്കാമെന്ന്, ദൈവം എനിക്ക് തന്ന നന്മകളെ ഞാൻ പ്രഘോഷിക്കാമെന്ന് ദാവീദ് തീരുമാനം പറയുകയാണ്. സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്ത് ഞാൻ വിവരിക്കാം. വിശുദ്ധന്മാർ എക്കാലത്തും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷികളായിരുന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധന്മാരായ പൂർവിക പുണ്യപിതാക്കന്മാർ പാടിയത്. എന്ത് പാടി? മന്നവനേ മസിഹ സതതം തവ കരുണ, വാതിലിൽ മുട്ടുന്നേൻ ധനിക നിന്നിധി നിലയത്തി, നേകണമേ കൃപയും വാഴും, നീ എൻ ഗതി തുണ ചെയ്യുക, നിൻ സാക്ഷിയെ ലജ്ജിതനാക്കരുതേ, ശരണവുമെൻ ആശ്രയവും നീയേ.
നിൻ സാക്ഷിയെ ലജ്ജിതനാക്കരുതേ എന്ന് പാടിയ പൂർവിക പുണ്യപിതാക്കന്മാർ. കർത്താവേ, ഞാൻ നിൻ്റെ സാക്ഷിയാണ്. മന്നവനെ മിശിഹ രാജാവേ, മന്നവനായ മിശിഹ, രാജാവാകുന്ന മിശിഹ തമ്പുരാനെ, സതതം എല്ലായ്പ്പോഴും തവ കരുണാവാതിലിൽ ഞാൻ മുട്ടുന്നേ. നിൻ്റെ അനുഗ്രഹത്തിൻ്റെ ശ്രീഭണ്ഡാരത്തിൻ്റെ വാതുക്കൽ നിന്ന് ഞാനിതാ മുട്ടിക്കൊണ്ട് നിൽക്കുന്നേ. ധനിക, സർവസമ്പന്നനായ യേശുവേ, ധനിക, നിൻ നിധി നിലയത്തിൽ നിന്ന്, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് ഏകണമേ എനിക്ക് കൃപയും വാഴ്വും, എനിക്ക് കൃപകളും അനുഗ്രഹങ്ങളും തരണമേ. കർത്താവേ, നീയാണ് എൻ്റെ ഗതി, നീയാണ് എനിക്ക് തുണ. നീ എൻ ഗതി, തുണ ചെയ്യുക എന്നെ, നീ എനിക്ക് സഹായം അരുളുക. നിൻ്റെ സാക്ഷിയായ എന്നെ ലജ്ജിതനാക്കരുത് കർത്താവേ. ഞാൻ ലജ്ജിതനായി പോകല്ലേ. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? കർത്താവേ, ഞാൻ നിന്നെ സാക്ഷിച്ചു. എൻ്റെ ജീവിതത്തിൽ പാകപ്പഴ വന്ന് ശത്രു എന്നെ പരിഹസിക്കാൻ ഇടയാകല്ലേ. പൈശാചികൻ അപവാദി കുറ്റം ചുമത്താൻ ഇടയാകല്ലേ. ഞാൻ നിൻ്റെ നാമത്തെ പ്രഘോഷിച്ചവനാണ്. ഞാൻ നിനക്ക് വേണ്ടി വചനം പറഞ്ഞവനാണ്. ഞാൻ നിൻ്റെ പ്രതിനിധിയായി ഈ ലോകത്ത് സഞ്ചരിച്ചവനാണ്. നാഥ, ഞാൻ നിന്നെ പ്രകീർത്തിച്ചവനാണ്. ഞാൻ നിൻ്റെ വേല ചെയ്തവനാണ്. നാഥ, ഞാൻ നിന്നെ സ്തുതിച്ചവളാണ്. കർത്താവേ, ഞാൻ നിന്നെ ആരാധിച്ചവളാണ്. ഞാൻ ശുചിയോട് ശുദ്ധിയ ബസ്കുദിശ സ്പർശിച്ച പാദങ്ങളുള്ളവനാണ്. എൻ്റെ കരുണയുള്ള കർത്താവേ, വിശുദ്ധിയുടെ സ്ഥാനത്ത് പരിശുദ്ധമായ രംഗത്ത് കാൽ ചവിട്ടിയവനാണ്. കരുണയുള്ള കർത്താവേ, എന്നെ നീ സുവിശേഷത്തിന് ശരി പണിയിച്ചതാണ്. എൻ്റെ ജീവിതത്തിൽ പാകപ്പഴ വന്നിട്ട്, എൻ്റെ ജീവിതത്തിൽ പാകതയില്ലായ്മ വന്നിട്ട്, എൻ്റെ ജീവിതത്തിൽ പാപം വന്നിട്ട്, എൻ്റെ ജീവിതത്തിൽ പൈശാചികൻ അവകാശം പറയാനുള്ള ഇട വന്നിട്ട് ഞാൻ ലജ്ജിതനാകാൻ നീ സമ്മതിക്കരുതേ. കരുണയുള്ള കർത്താവേ, നിൻ്റെ മഹത്വമേറിയ വചനം പറഞ്ഞ ഞാൻ, എൻ്റെ ദൈവമേ, ഞാൻ പൈശാചികൻ പന്താടാൻ എൻ്റെ ജീവിതം വിട്ടുകൊടുക്കാൻ എനിക്ക് ഇടയാകരുതേ. സാത്താനെ റാഞ്ചിക്കൊണ്ടു പോകരുതേ. സാത്താനെ ബന്ധിക്കരുതേ. പാപച്ചങ്ങലയിൽ എന്നെ കൊടുക്കരുതേ. നിൻ സാക്ഷിയെ ലജ്ജിതനാക്കരുതേ. നീയാണ് എൻ്റെ തുണ, നീയാണ് എൻ്റെ ഗതി. നാഥ, നീ എനിക്ക് ആശ്രയമുള്ളൂ. നീയാണ് എൻ്റെ പരമാശ്രയം. മന്നവനേ മസിഹ, സതതം തവ കരുണ വാതിലിൽ മുട്ടുന്നേൻ. ധനിക, നിന്നിധി നിലയത്തി ഏകണമേ കൃപയും വാഴ്വും. നീ എൻ ഗതി തുണ ചെയ്യുക. നിൻ സാക്ഷിയെ ലജ്ജിതനാക്കരുതേ. ശരണവുമെൻ ആശ്രയവും നീയേ. ദൈവജനമേ, പൂർവിക പിതാക്കന്മാർക്ക് ഈ ബോധമുണ്ടായിരുന്നു. പുണ്യവാന്മാരായ പൂർവിക പിതാക്കന്മാർക്ക് ഈ ആഴമേറിയ അവബോധമുണ്ടായിരുന്നു. നമ്മുടെ സ്ഥിതി എന്താണ്? ഇന്ന് ജീവിക്കുന്ന നമ്മുടെ അവസ്ഥ എന്താണ്? നാം ലജ്ജിതരാകുന്ന ജീവിതം നയിക്കുന്നുണ്ടോ? സാത്താൻ നമ്മെ പരിഹസിക്കാനിട വരുന്നുണ്ടോ? എല്ലാം കാണുന്ന ദൈവത്തിൻ്റെ മുൻപിലേക്ക് നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിശാചി എന്ന് അവകാശം പറഞ്ഞ്, ആരോപണം പറഞ്ഞ്, അപവാദി കുറ്റം ചുമത്തി കൊടുക്കാൻ ഇട വരുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യുക. സാക്ഷി ലജ്ജിതനാകരുത്. നാം ക്രിസ്തുവിനെ സാക്ഷിക്കുന്നവരാകണം. ജീവിതത്തിൻ്റെ അനുഭവമുള്ളവരായി ക്രിസ്തുവിനെ സാക്ഷിക്കണം. പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച്. നീ എന്ത് പ്രസംഗിക്കുന്നോ അത് നീ ജീവിതത്തിൽ അനുഭവിക്കുക. പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച്. പ്രസംഗത്തേക്കാൾ കൂടുതൽ നല്ലത് ജീവിത അനുഭവമാണ്, ജീവിത ദൃഷ്ടാന്തമാണ്. എക്സാമ്പിൾ ഈസ് ബെറ്റർ ദാൻ പ്രീസെപ്റ്റ്. പ്രീസെപ്റ്റ്, സുവിശേഷ പ്രസംഗത്തേക്കാൾ അഭികാമ്യം, നല്ലത് ജീവിത ദൃഷ്ടാന്തമാണ്. പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച്. നീ എന്ത് പ്രസംഗിക്കുന്നോ അത് തന്നെ നീ ജീവിതത്തിൽ അനുഭവമാക്കുക. അല്ലെങ്കിലോ നിൻ്റെ സാക്ഷി ലജ്ജിതനായിത്തീരും. കർത്താവേ, ഞാൻ ലജ്ജിക്കാൻ ഇടവരരുത്. സാക്ഷ്യം, ജീവിത സാക്ഷ്യം. ഇന്ന് സാക്ഷ്യമെന്ന് കേൾക്കുമ്പോൾ ചിലരുടെ നെറ്റി ചുളിയും. അതൊരു അഹങ്കാരമല്ലേ? സാക്ഷ്യം പറയുക എന്നുള്ളത് അത് അഹമ്മതിയല്ലേ? മറ്റുള്ളവരെക്കാൾ ഞാൻ ഭേദമായി ഞാൻ ജയിച്ചു എന്ന് പറയുന്നതല്ലേ? എനിക്ക് മദ്യപാനമില്ല, ഞാൻ മദ്യപാനം വിട്ടു. എൻ്റെ ചീത്ത സ്വഭാവം വിട്ടു. എൻ്റെ വഴക്ക് വിട്ടു, കോപം വിട്ടു. എൻ്റെ കുടുംബത്തിൽ സമാധാനമുണ്ടായി എന്നൊക്കെ പറയുന്നത് അഹങ്കാരമല്ലേ? അത് മറ്റുള്ളവരെ പരിഹസിക്കുന്നതിന് തുല്യമല്ലേ? മറ്റുള്ളവരെ ഒന്ന് ചെറുതാക്കുകയല്ലേ? തന്നെത്താൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തുകയല്ലേ എന്നെല്ലാം ചിന്തിക്കുന്ന ആളുകളുണ്ട് സഹോദരങ്ങളെ. എന്നാൽ തിരുവചനം എന്ത് പറയുന്നു? സാക്ഷിയെക്കുറിച്ചും സാക്ഷ്യത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നു? ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം നമുക്ക് നോക്കാം. നിത്യനായ ദൈവം, വലിയവനായ ദൈവം, അത്യുന്നതനായ ദൈവം എങ്കൽ പ്രവർത്തിച്ച് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്നത് നന്ന് എന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു.
ദൈവത്തിന് സ്തോത്രം. ഒരു ജാതീയ രാജാവായ നെബൂഖദ്നേസർ, ബാബിലോണിയൻ ചക്രവർത്തിയായ നെബൂഖദ്നേസർ പറയുകയാണ്, ദൈവത്തെ, നിത്യനായ ദൈവത്തെ പരിചയം കിട്ടിയപ്പോൾ, ദൈവം ചെയ്ത അത്ഭുതങ്ങൾ അനുഭവിച്ചപ്പോൾ അത്ഭുത വിവശതയോടെ നെബൂഖദ്നേസർ ചക്രവർത്തി പറയുന്നു, 4-ാം അധ്യായം ദാനിയേൽ 4:2, അത്യുന്നതനായ ദൈവം എങ്കൽ പ്രവർത്തിച്ച് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്നത് നന്നെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു. അവൻ്റെ അടയാളങ്ങൾ എത്ര വലിയവ, അവൻ്റെ അത്ഭുതങ്ങൾ എത്ര ശ്രേഷ്ഠമായവ, അവൻ്റെ രാജ്യത്വം എന്നേക്കുമുള്ള രാജ്യത്വവും അവൻ്റെ ആധിപത്യം തലമുറ തലമുറയായുള്ളതുമാകുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം എന്തെങ്കിലും ചെയ്തെങ്കിൽ അത് പ്രസിദ്ധമാക്കിക്കൊള്ളുക, അത് പരസ്യമാക്കിക്കൊള്ളുക, അത് പ്രഖ്യാപനം ചെയ്തു കൊള്ളുക. അത് അഹങ്കാരമല്ല. തന്നെത്താൻ ദൈവസന്നിധിയിൽ വിനയപ്പെട്ട്, കർത്താവേ, നീ തന്നതല്ലാതെ എനിക്കൊന്നുമില്ലല്ലോ, നാഥ, നീ എനിക്ക് തന്ന അനുഗ്രഹമല്ലാതെ എനിക്ക് സ്വന്തമായിട്ടില്ലല്ലോ, ഞാൻ എത്ര വട്ടം ശ്രമിച്ചിട്ടും എൻ്റെ പാപം മാറിയില്ലായിരുന്നല്ലോ, എൻ്റെ അഴുക്ക് ചിന്തകൾ മാറിയില്ലായിരുന്നല്ലോ, എൻ്റെ മലിന വികാരങ്ങൾ മാറിയില്ലായിരുന്നല്ലോ, എൻ്റെ മ്ലേച്ഛമായ ആഗ്രഹങ്ങൾ ഹൃദയത്തിൽ നിന്ന് മാറിയില്ലായിരുന്നല്ലോ, പിന്നെയും പിന്നെയും തെറ്റിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരുന്ന മനുഷ്യനല്ലേ, നീയല്ലേ എനിക്ക് ജയം തന്നത്, എൻ്റെ ഹൃദയത്തിലേക്ക് ഈ അഴുക്ക് വരാതെ വണ്ണം എനിക്ക് കോട്ട കെട്ടിത്തന്നത് നീയല്ലേ, നാഥ, നിൻ്റെ കരുണ എത്ര വലിയത്. ദൈവത്തോടുള്ള നന്ദി, ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ളതായ അത്ഭുതം. എൻ്റെ ദൈവമേ, നീ എങ്കിൽ അത്ഭുതം പ്രവർത്തിച്ചു, നീ എങ്കിൽ ഒരു അടയാളം തന്നു, പാപത്തിൻ്റെ മേൽ ജയം നീ എനിക്ക് തന്നു. ഒരിക്കലും ഈ പാപം എന്നിൽ നിന്ന് മാറുകയില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ ജീവിതത്തിൽ നിന്ന് എത്ര നിസ്സാരമായി നീ മാറ്റിത്തന്നു, എത്ര ക്ഷണത്തിൽ നീ മാറ്റിത്തന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ലേവ്യ പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യം എന്ത് പറയുന്നു? ഒരുത്തൻ സത്യവാചകം കേട്ടിട്ട് താൻ സാക്ഷിയായി കാണുകയോ അറിയുകയോ ചെയ്തത് അറിയിക്കാതെ അങ്ങനെ പാപം ചെയ്താൽ അവൻ കുറ്റം വഹിക്കണം. സത്യമായൊരു കാര്യം കേട്ടു, സത്യമായൊരു കാര്യം കണ്ടു, സത്യമായൊരു കാര്യം അനുഭവിച്ചു, അത് പ്രസിദ്ധമാക്കിയില്ലെങ്കിൽ അത് പാപമാണ്. ഒരുത്തൻ സത്യവാചകം കേട്ടിട്ട് താൻ സാക്ഷിയായി കാണുകയോ അറിയുകയോ ചെയ്തത് അറിയിക്കാതെ അങ്ങനെ പാപം ചെയ്താൽ അവൻ തൻ്റെ കുറ്റം വഹിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ അറിഞ്ഞ കാര്യം ഞാൻ അറിയിച്ചില്ലെങ്കിൽ അതെൻ്റെ പേരിൽ കുറ്റമാകും. ഞാൻ അനുഭവിച്ച കാര്യം ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസിദ്ധമാക്കിയില്ലെങ്കിൽ അതിൻ്റെ പേരിൽ പാപമായി കണക്കിടും. സത്യം കേട്ടു, സത്യം അറിഞ്ഞു, അതറിയിച്ചില്ലെങ്കിൽ അത് പാപമാണ്, കുറ്റം വഹിക്കേണ്ടി വരും എന്ന് മോശയിൽ കൂടി ദൈവം ഇസ്രായേൽ ജനത്തെ ഉത്ബോധിപ്പിച്ചു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നാം കാണുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 20-ാം വാക്യത്തിൽ സാക്ഷ്യം പറയുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ച് തിരുവചനം പറയുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 20-ാം വാക്യം. അവിടെ നാം കാണുന്നത് സാക്ഷ്യത്തിൻ്റെ ശക്തി, സാക്ഷ്യത്തിൻ്റെ പ്രയോജനം, സാക്ഷ്യം വഹിക്കുന്നതിൻ്റെ മഹിമ അതെന്ത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം വ്യക്തമായി രേഖപ്പെടുത്തുന്നതാണ്. 4-ാം അധ്യായം 20-ാം വാക്യം. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല എന്ന് പത്രോസും യോഹന്നാനും പറഞ്ഞു. 4-ാം അധ്യായം 19-20 വാക്യങ്ങൾ. അതിന് പത്രോസും യോഹന്നാനും, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന് മുൻപാകെ ന്യായമോ എന്ന് വിധിപ്പീൻ. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും പള്ളിയിലെ പ്രമാണിമാരും യെരൂശലേം ദേവാലയത്തിലെ മേലാളവർഗവും അന്ന് അപ്പോസ്തലനായ പത്രോസിനെയും യോഹന്നാനെയും അരികെ വിളിച്ച് തർജ്ജനം ചെയ്തു, ശാസിച്ചു. എന്താണ് അവർ പറഞ്ഞത്? ഈ നാമത്തിൽ ഇനി സംസാരിക്കരുത്, യേശുവിൻ്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയും അരുത് എന്ന് കൽപ്പിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ഇനി സംസാരിക്കരുത്, ഉപദേശിക്കരുത്, അശേഷം സംസാരിക്കരുത്, ഒരക്ഷരം യേശുവിൻ്റെ നാമത്തിൽ മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തേക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന് മുൻപാകെ ന്യായമോ എന്ന് വിധിപ്പീൻ. നിങ്ങൾ ന്യായമായിട്ട് വിധിക്കൂ. നിങ്ങളെയാണോ അനുസരിക്കേണ്ടത്, ദൈവത്തെയാണോ അനുസരിക്കേണ്ടത്? ഞങ്ങൾക്കൊരു തീരുമാനമുണ്ട്. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരാണ്, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സാക്ഷികളാണ്. ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളിൽ തന്നെ തുടർന്ന് വായിക്കുന്ന 22-ാം അധ്യായം 15-ാം വാക്യത്തിൽ എന്താണ് കാണുന്നത്?
22-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇതുതന്നെ നമുക്ക് കാണുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ സാക്ഷ്യത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് കണ്ടും കേട്ടുവരിക്കുന്നത് പ്രസ്താവിക്കുന്നതിൻ്റെ മഹിമയെക്കുറിച്ച് നാം കാണുന്നു. 22:15 നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ അവൻ്റെ സാക്ഷിയായി തീരും. നീ എന്ത് കണ്ടു, നീ എന്ത് കേട്ടു, നീ എന്ത് അനുഭവിച്ചു, സകല മനുഷ്യർക്കും നീ അവൻ്റെ സാക്ഷിയായി തീരും. ദൈവമക്കളെ, ക്രിസ്തുവിൻ്റെ സാക്ഷിയായി തീരുമെന്ന് അതാണ് ദൈവം പറയുന്നത്. അപ്പോസ്തലനായ പൗലോസിന് മാനസാന്തരം നൽകിയപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനോട് നേരിട്ട് ഇടപെടുമ്പോൾ പറയുകയാണ്, നീ കണ്ടതിനും നീ കേട്ടതിനും സകല മനുഷ്യർക്കും നീ അവൻ്റെ സാക്ഷിയായി തീരും. തീർന്നില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായം 16-ാം വാക്യത്തിൽ അതിനെ തുടർന്ന് സാക്ഷിയാകുന്നതിനെക്കുറിച്ച് നാം പിന്നെയും കാണുന്നു. നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. അപ്പോസ്തലനെ സാക്ഷിയായി നിയമിച്ചു എന്ന്. സാക്ഷിയാകുന്നതിന് ഭയപ്പെടേണ്ട, സാക്ഷിയാകുന്നതിന് ലജ്ജിക്കേണ്ട, ക്രിസ്തുവിനെ സാക്ഷിക്കുന്നതിന് ആരും ഭീരുവാകണ്ട, ആരും തളരണ്ട. സത്യത്തിന് സാക്ഷ്യം വഹിച്ചുകൊള്ളൂ. പ്രതിഫലം സ്വർഗത്തിലുണ്ട്. കൂലി അവൻ്റെ കയ്യിലും പ്രതിഫലം അവൻ്റെ പക്കലുമുണ്ട്. ദൈവ പൈതലേ, നിനക്കിന്ന് ആക്ഷേപം ഏൽക്കേണ്ടി വരുന്നുണ്ടല്ലേ? ഇന്ന് പ്രതിസന്ധികൾ വരുന്നുണ്ടല്ലേ? നിനക്കിന്ന് പ്രശ്നങ്ങൾ തെറുത്തുയർന്നു വന്ന് നിൻ്റെ വഴി മുടക്കുന്നുണ്ടല്ലേ? മകനെ, നീ മനസ്സിലാക്കിക്കൊള്ളൂ, നീ യേശുവിൻ്റെ സാക്ഷിയായി നിന്നാൽ ഏതെല്ലാം ശക്തികൾ നിന്നെ എതിർത്താലും നിൻ്റെ ജീവിതത്തിൽ ക്രിസ്തു ശക്തിയായി നിൽക്കുന്നു എങ്കിൽ മകനെ, ഒരു ശക്തിക്കും നിന്നോട് അടുക്കാൻ സാധിക്കുകയില്ല. ദൈവവൈതലേ, പാപം വിട്ടൊഴിഞ്ഞ് നീ നിൽക്കുക. നിനക്ക് പാപത്തിൻ്റെ മേൽ ജയം തന്ന ക്രിസ്തുവിനെ നീ പ്രഖ്യാപിക്കുക. നിനക്ക് ഒരു ജയജീവിതം തന്ന ക്രിസ്തുവിനെ ലോകത്തിന് നീ കാണിച്ചു കൊടുക്കുക. നീ ഓടി നടക്കുക. നിനക്ക് ആയുസ്സുള്ളിടത്തോളം അവൻ്റെ വേല ചെയ്യുക. സാക്ഷിയാകുക. സാക്ഷ്യം പറയുന്നതിന് ലജ്ജിക്കേണ്ട, സാക്ഷ്യം പറയുന്നതിന് നാണിക്കേണ്ട, സാക്ഷിയാകുന്നതിന് മടിക്കേണ്ട. ദൈവവൈതലേ, ക്രിസ്തു നിനക്ക് ജയജീവിതം തന്നെങ്കിൽ, ക്രിസ്തു നിനക്ക് ആശ്വാസം തന്നെങ്കിൽ, ക്രിസ്തു നിൻ്റെ കുടുംബത്തിൽ സൗഖ്യം തന്നെങ്കിൽ, ക്രിസ്തു നിൻ്റെ ഭാര്യയ്ക്ക് സമാധാനം തന്നെങ്കിൽ, മകളെ, ക്രിസ്തു നിൻ്റെ ഭർത്താവിന് ആശ്വാസം തന്നെങ്കിൽ, മകനെ, നിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ബന്ധനങ്ങൾ അവൻ അഴിച്ചു തന്നെങ്കിൽ, നിൻ്റെ ദുസ്വഭാവങ്ങൾ മാറ്റിയെങ്കിൽ, നിൻ്റെ ദുശ്ശീലങ്ങൾ മാറ്റിയെങ്കിൽ നീ സാക്ഷിയായിക്കൊള്ളുക. അല്ലാതെ നീ സാക്ഷ്യം പറയുന്നതിന് അർത്ഥമില്ല. ജീവിതത്തിൽ ക്രിസ്തു എന്തെങ്കിലും ചെയ്തു എന്ന് ബോധ്യമുണ്ടെങ്കിൽ സാക്ഷ്യം വഹിച്ചുകൊള്ളൂ. ദൈവത്തിന് സ്തോത്രം. നിസ്സാരതയിൽ നിൻ്റെ ദൈവം എന്നെ പൊക്കിയെടുത്തു എന്ന് ഉറപ്പുണ്ടെങ്കിൽ സാക്ഷിയാകാം. അവൻ എന്നെ ഒന്നുമില്ലായ്മയിൽ നിന്ന് പൊക്കിയെടുത്തു എന്ന്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഞാനിതെല്ലാം പറയുമ്പോൾ ഞാൻ അറിയാതെ എൻ്റെ ഉള്ളത്തിലേക്ക് നോക്കും. ഞാൻ എവിടെയായിരുന്നു, ഞാൻ എന്തായിരുന്നു, ഞാൻ ആരായിരുന്നു? അഡ്രസ്സ് ഇല്ലാത്തൊരു മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. 16-ാമത്തെ വയസ്സിൽ ഈ 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം ഒരേ കാളയുമായി കൃഷിഭൂമിയിൽ പാടത്ത് കൃഷി ചെയ്യാനായിട്ട് കാളയെ ഉഴുതു നടന്ന ഒരു പാവപ്പെട്ട കർഷകൻ്റെ പുത്രൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെട്ടൊരു സാധു കർഷക യുവാവ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ജീവിതമാകെ വഴിമുട്ടിപ്പോയവൻ, ജീവിതം നിരാശയിൽ കുമിഞ്ഞു പോയവൻ. സഹോദരങ്ങളെ, എന്നെ എൻ്റെ കർത്താവ് ഉയർത്തിയെങ്കിൽ എനിക്ക് അവനെ സാക്ഷിക്കാതിരിക്കാൻ പറ്റുമോ? എനിക്ക് കർത്താവ് മേൽവിലാസം തന്നെങ്കിൽ എനിക്ക് അവനെ ഉയർത്താതിരിക്കാൻ പറ്റുമോ? എൻ്റെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം എന്നെ പൊക്കിയെങ്കിൽ എനിക്ക് യേശുവിനെ വർണ്ണിക്കാതിരിക്കാൻ പറ്റുമോ? എൻ്റെ നിസ്സാരതയിൽ എന്നെ കണ്ടവൻ ദൈവജനമേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ സഭയല്ല മാറേണ്ടത്, ഹൃദയമാണ് മാറേണ്ടത്. സമുദായമല്ല മാറേണ്ടത്, മനസ്സാണ് മാറേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ മാറേണ്ടത് നിങ്ങളുടെ സ്വഭാവമാണ്, നിങ്ങളുടെ ഹൃദയമാണ്, നിങ്ങളുടെ മനസ്സാണ്, നിങ്ങളുടെ ആളത്വമാണ്. ടോട്ടൽ പേഴ്സണാലിറ്റി സെറ്റ് ടു ബി ട്രാൻസ്ഫോം. നിൻ്റെ ജീവിതം സമ്പൂർണ്ണമായി രൂപാന്തരപ്പെടട്ടെ എന്നാണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ സ്വഭാവം മാറട്ടെ, നിങ്ങളുടെ ജീവിതം മാറട്ടെ. ക്രിസ്തുവിൻ്റെ സാക്ഷിയായി എഴുന്നേൽക്കുവീൻ. ഭയപ്പെടേണ്ട മകനെ, ധൈര്യശാലിയായിരിക്കുക. ഒരു കാര്യം കൂടി പറയുവാൻ എനിക്ക് താല്പര്യമുണ്ട്. ഒരു ഭാവനയാണ്, മനോഹരമായൊരു ഭാവന. ആ ഭാവന അത് ഒരു നല്ല കവിതയായിട്ടാണ് വന്നത്. നല്ലൊരു കവിത, ഒരു ഇംഗ്ലീഷ് കവിതയാണ്. അതിൻ്റെ പരിഭാഷ ഏതാണ്ട് ഞാൻ അർത്ഥം പറയാം. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിന് ശേഷം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു, സ്വർഗത്തിലേക്ക് കയറിപ്പോയി. രാജാധിരാജനായ ക്രിസ്തു, അണ്ടകടാഹത്തിൻ്റെ ഉടയവനായ ക്രിസ്തു, അഖിലാണ്ട പ്രപഞ്ചത്തിൻ്റെ അധിപതിയായ ക്രിസ്തു അവിടുന്ന് ഭൂമിയിലെ തൻ്റെ വേല തികച്ച് സ്വർഗമഹോന്നതങ്ങളിലേക്ക് കയറി വരുമ്പോൾ സ്വർഗം മുഴുവൻ ഈ രാജാധിരാജന് എതിരേൽപ്പാൻ എഴുന്നേറ്റ് നിന്നു. മാലാഖമാരെല്ലാം അത്ഭുതം കൂറി നോക്കി നിന്നു.
ഹല്ലേലൂയ ഗാനങ്ങൾ മുഴങ്ങി. സ്തുതിഘോഷങ്ങളും ആഘോഷ ശബ്ദങ്ങളും സ്തോത്രഗീതങ്ങളും സ്വർഗീയ വിയൻ മണ്ഡലത്തിൽ അങ്ങ് അനുരണനം ചെയ്തു, മാറ്റൊലിക്കൊണ്ടു. ഒരു മാലാഖ തെല്ല് കഴിഞ്ഞ് യേശുക്രിസ്തുവിന് മുമ്പിൽ വന്ന് നിന്നു തൊഴുകയോടെ. നാഥ, അങ്ങ് ഭൂമിയിലേക്ക് പോയി ചെയ്യേണ്ട വേലയെല്ലാം തികച്ചല്ലോ. ഞാൻ തികച്ചു. അതല്ലേ ഞാൻ ക്രൂശിന്മേൽ വെച്ച് പറഞ്ഞത്, നിവൃത്തിയായി എന്ന്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഞാൻ പൂർത്തീകരിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഞാൻ രക്ഷണ്യവേല, മനുഷ്യജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യാനുള്ളത് എല്ലാം തികച്ചിട്ടുണ്ട്. സ്വർഗം വീണ്ടും സ്തുതിച്ചു. സ്വർഗമണ്ഡലം സ്തുതികളുണ്ട് മുഴങ്ങി. മാലാഖമാർ ആർപ്പിട്ടു. വീണ്ടും ഈ മാലാഖ ചോദിച്ചു, നാഥ ക്ഷമിക്കണേ, ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അങ്ങ് ചെയ്തതായ ഈ വേല തുടർന്ന് നടത്താൻ അങ്ങ് ആരെയാണ് കണ്ടിരിക്കുന്നത്? കർത്താവ് നല്ല സന്തോഷത്തോടെ അഭിമാനത്തോടെ പുഞ്ചിരിയോടെ പറഞ്ഞു, അത് എൻ്റെ ശിഷ്യന്മാരുണ്ട്, എൻ്റെ അപ്പോസ്തലന്മാരുണ്ട്. അവരത് ചെയ്യും. ഞാൻ ചെയ്ത വേല അത് ജനത്തിന് പ്രസിദ്ധമാക്കുവാൻ എൻ്റെ സാക്ഷികളായി അവർ നിൽക്കും. അവർ സത്യത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഈ ലോകത്തെല്ലാം അവർ സഞ്ചരിക്കും. ചോദിച്ചു, ഗുരു, അല്ല അവർ ആരാണ് ഈ അപ്പോസ്തലന്മാർ? അവർ വെറും മുക്കുവന്മാരല്ലേ? ദ്രവ്യാഗ്രഹികളായിരുന്ന ചുങ്കക്കാരല്ലേ? അവർ ചെയ്യുമോ? ചെയ്യുമോ എന്നോ? അവർ മീൻപിടുത്തക്കാരായിരുന്നു, പക്ഷേ അവർ മനുഷ്യരെ പിടിക്കുന്നവരായി. അവർ ചുങ്കക്കാരായി ദ്രവ്യാഗ്രഹികളായിരുന്നു, അവർ ദൈവസ്നേഹികളായി മാറി. ദ്രവ്യാഗ്രഹമെല്ലാം പോയി, അവർ ആളത്തിന് രൂപാന്തരപ്പെട്ടു. സ്വർഗത്തിൽ വീണ്ടും സ്തുതി മുഴങ്ങി, സന്തോഷം. മാലാഖ ചോദിച്ചു, ഗുരു, ഒരു വാക്കുകൂടെ ചോദിച്ചോട്ടെ. ആട്ടെ, അവരത് ചെയ്തില്ലെങ്കിൽ പിന്നെ അങ്ങയുടെ പദ്ധതി എന്താണ്? പിന്നെ അത് ചെയ്യാൻ ഈ അപ്പോസ്തലന്മാരും അതിനെ തുടർന്നുള്ളവരും അത് ചെയ്തില്ലെങ്കിൽ അങ്ങയുടെ രക്ഷാപദ്ധതി നിവർത്തിക്കാൻ എന്ത് സ്കീമാണ്, എന്ത് പദ്ധതിയാണ് അങ്ങയ്ക്കുള്ളത്? യേശു പറഞ്ഞു, വളരെ സങ്കടത്തോടെ തൽപ്പേരം നോക്കി നിന്നിട്ട് പറഞ്ഞു, മ്ലാനവതനായി നിന്നിട്ട് പറഞ്ഞു, അവരത് ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്ക് വേറെ പോകാൻ വഴിയില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ശിഷ്യന്മാർ എൻ്റെ സാക്ഷികളാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചവർ അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് വേറെ മാർഗമില്ല, വേറെ പോകാൻ വഴിയില്ല. ദൈവജനമേ, നിങ്ങളെന്ത് പറയുന്നു? അവൻ്റെ വേല ഞാൻ ചെയ്തില്ലെങ്കിൽ അത്രയ്ക്ക് നഷ്ടം. ദൈവമക്കളെ, അവൻ്റെ വേല ചെയ്യാൻ നിങ്ങൾ വരുമോ? അവൻ്റെ സാക്ഷികളാകാൻ നിങ്ങൾ എഴുന്നേൽക്കുമോ? എ സ്പീക്കിംഗ് ഹാർട്ട്, ദൈവത്തിന് വേണ്ടി പ്രസരിക്കുന്നൊരു ഹൃദയം, ദൈവത്തിന് വേണ്ടി തുടിക്കുന്നൊരു ഹൃദയം, ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ വേല ചെയ്യുന്നൊരു ഹൃദയം, ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്ന ഹൃദയം, ജീവനുള്ള ക്രിസ്തുവിനെ സാക്ഷിക്കുന്ന ജീവിതം. ഇന്ന് ഇത് വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾ പുതിയ തീരുമാനങ്ങൾ എടുക്കുവീൻ. നാഥാ, ഇന്നു മുതൽ ഞാൻ നിന്റെ സാക്ഷി. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വേലക്കാരൻ. എൻ്റെ യേശു എൻ്റെ പാപം പോക്കുവാൻ ക്രൂസിൽ മരിച്ചു എന്ന മഹാസത്യത്തിൻ്റെ പ്രഘോഷകനും ആ സത്യത്തിൻ്റെ പ്രഖ്യാതാവുമായി ഞാൻ ഈ ലോകത്ത് സഞ്ചരിക്കും. എനിക്ക് ആയുസ്സുള്ള കാലം ഞാൻ നിൻ്റെ വേല ചെയ്യും. ദൈവമക്കളെ സമർപ്പിക്കുവീൻ. അവൻ്റെ വേലക്കാർക്ക് അവൻ പ്രതിഫലം കരുതുന്നുണ്ട്. അവൻ രണ്ടാമത് എഴുന്നള്ളി വരുമ്പോൾ വേലക്കാർക്ക് അവൻ കൂലി കൊടുക്കും, പ്രതിഫലം കൊടുക്കും. അവർക്കവൻ കിരീടങ്ങൾ കൊടുക്കും. റൂ കുതിശ പാറക്കലീത്താമുടയുന്ന കിരീടം അവരുടെ ശിരസിൽ ചൂടിക്കും. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾ തീരുമാനമെടുക്കുവീൻ. നാഥാ, നിൻ്റെ രണ്ടാമത്തെ വരവിൽ നിൻ്റെ സന്നിധിയിൽ മുഖശോഭയോടെ നിൽപ്പാൻ എനിക്ക് ഭാഗ്യം തരണമേ. നിൻ്റെ സന്നിധിയിലേക്ക് മുഖപ്രസന്നതയോടെ വരുവാൻ എനിക്ക് ഭാഗ്യം തരണമേ. നിൻ്റെ സന്നിധിയിലേക്ക് മധ്യാകാശത്തിലേക്ക് രാജാധിരാജൻ്റെ കാഹള ശബ്ദം മുഴങ്ങുമ്പോൾ പറന്നുല്ലസിച്ച് വരുവാൻ എനിക്ക് ഭാഗ്യം നൽകണമേ. അതിനായി എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ. എന്നെ നിന്നെ സാക്ഷിയാക്കി തീർക്കണമേ. കൂലി കയ്യിലും പ്രതിഫലം തൻ്റെ പക്കലും വെച്ചിരിക്കുന്ന ഉടയവൻ്റെ കൈകളിൽ നിന്ന് കൂലി വാങ്ങുവാനും പ്രതിഫലം വാങ്ങുവാനും എന്നെ യോഗ്യനാക്കി തീർക്കണമേ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഓരോരുത്തരുടെയും ശിരസിന്മേലോടുത്തി ആണിപ്പാടൽ കരം വയ്ക്കണമേ. ബന്ധനങ്ങളെ അഴിച്ചു മാറ്റണമേ കർത്താവേ. കെട്ടുകളെല്ലാം പൊട്ടിച്ച് കളയണമേ കർത്താവേ. ദുഃഖത്തിലും നിരാശയിലും ആകുലത്തിലും ഇരിക്കുന്നവരെ സന്ദർശിക്കണമേ കർത്താവേ. ആശ്വാസം പകരണമേ, സമാധാനം നൽകണമേ. ഭൂതപ്രേത പിശാചുക്കളുടെ ബാധകളിൽ നിന്ന് മോചനം നൽകണമേ. ശാപദോഷങ്ങൾ ഖണ്ഡിച്ച് കളയണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കുടുംബ സമാധാനം അയക്കണമേ. സ്നേഹം എല്ലായിടത്തും വളരണമേ. ഐക്യവും സമൃദ്ധിയും സന്തോഷവും ഉല്ലാസവും ഓരോരുത്തരുടെയും ഹൃദയത്തിലും കുടുംബത്തിലും ഉണ്ടാകണമേ. നന്മകളാൽ അലങ്കരിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.